नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे कदाञ्चनस्कृते दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामितं। हरे कृष्ण। ഇന്ന് ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചൈതന്യ ചരിതാമൃത സെഷനിലേക്ക് എല്ലാ വൈഷ്ണവന്മാർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മള് ഇതിന്റെ മുമ്പത്തെ ചാപ്റ്ററിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിന്റെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളെല്ലാം നമ്മൾ വായിച്ചു. ഇപ്പൊ ഈ ചാപ്റ്ററിൽ കോൺഫിഡൻഷ്യൽ റീസൺസ് ഫോർ ലോർഡ്സ് അപ്പിയറൻസ്, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റീസൺസ് വന്നിട്ട് നമ്മളിപ്പോ നോക്കാൻ പോവാണ്. സോ നമ്മൾ ഇന്ന് വായിക്കേണ്ടത് 34 ശ്ലോകമായിരുന്നു. 34 ശ്ലോകത്തിൽ വരുന്നതാണ്. ആദിലീല ചാപ്റ്റർ 4 ടെക്സ്റ്റ് 34. അനുഗ്രഹായ ഭക്താനാം മാനുഷം ദേഹമാശ്രിതഃ ഭജത്തെ താദൃശീ ക്രീഡാ യാ ശ്രുത്വാ തത്പരോ ഭവേത്. Translation. Krishna manifests his eternal human-like form and performs his pastimes to show mercy to the devotees. Having heard such pastimes, one should engage in service to him. So, நல்ல ஒரு பர்பட்டான இது ஸ்ரீமத் பாகவதத்தின் this text is from Srimad Bhagavatam 10.3.36. ശ്ലോകത്തില് ഹരേ കൃഷ്ണ മലയാളം ഒന്ന് വായിച്ചു തരാൻ പറ്റുമോ? ഇതിന്റെ പർപ്പസ്. Hare Krishna. Can anyone read? Hare Krishna Mataji, is that everything in Malayalam പുസ്തകം ഉണ്ടോ? Am I audible? Hare Krishna. Hare Krishna. Hare Krishna. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് 34 ആണ് വായിച്ചത്. ഞാൻ ഔട്ട്സൈഡ് ആണേ മാജി. ഓക്കെ ഓക്കെ മാതാജി, നോ പ്രോബ്ലം.
സോ ഈ ടെക്സ്റ്റ് വന്നിട്ട് ശ്രീമദ് ഭാഗവതം 10.33.36 എന്നാണ്. പക്ഷേ ഭഗവാൻ പറയുന്നു, അല്ല ഇതില് ഹ്യൂമൻ ഫോമിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ ശ്ലോകത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഹ്യൂമൻ ഫോം ഓഫ് ലൈഫ് വന്നിട്ട് എത്ര വാല്യുബിൾ ആണെന്ന്. അപ്പൊ ഭഗവാൻ വന്നിട്ട് പല തരത്തിലുള്ള ഇൻകാർനേഷൻസ് എടുക്കുന്നുണ്ട്. സോ ഹ്യൂമൻ ഫോം ഓഫ് ലൈഫിൽ വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ വളരെ പ്രിയമായ ഈ ഭക്തിയുത സേവനം ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഭഗവാൻ വന്നിട്ട് പല രൂപത്തിൽ വന്ന് അവതരിക്കുന്നുണ്ട്. നമ്മള് ജയദേവ ഗോസ്വാമിയുടെ ദശാവതാര സ്തോത്രം എടുത്താലേ സ്റ്റാർട്ടിങ്ങില് അവർ മത്സ്യകൂർമ്മ വരാഹ നാരസിംഹ വാമന ഇങ്ങനെ ലൈനായിട്ട് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ അവതാരങ്ങൾ. അതില് ഭഗവാൻ ഒന്ന് ഡിഫറെന്റ് ഫോംസ് എടുക്കുന്നുണ്ട്. ഡിഫറെന്റ് രൂപങ്ങൾ, ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ലൈഫിലും ഭഗവാൻ വന്നിട്ട് ഈ ഫോം എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫോം എടുക്കുമ്പോൾ ഹ്യൂമൻ ഫോം വന്നിട്ട് എടുക്കുന്നത് എടുക്കുമ്പോഴാണ് നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാനും കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇവിടെ പേർപ്പട്ടില് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, the Supreme Lord bestows the most merciful benediction upon human society when he appears in human form. It is then the humanity gets opportunity to engage in different kinds of eternal service to the Lord. പല രൂപത്തില് ഭഗവാൻ വന്നിട്ട് മത്സ്യകൂർമ്മ വരാഹ നരസിംഹ ഇങ്ങനെ പല രൂപത്തിൽ വന്നിട്ട് പല സ്പീഷീസിൽ അവതാരം എടുത്താലും ഹ്യൂമൻ ഫോമിൽ വരുമ്പോഴാണ് ഭഗവാൻ വന്നിട്ട് സ്പെഷ്യൽ മെർസി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ബിക്കോസ് ഹ്യൂമൻ ഫോമിൽ ഭഗവാൻ വരുമ്പോഴാണ് നമുക്ക് വന്നിട്ട് ഈ 5 തരത്തിലുള്ള സർവീസ്, എന്താണ്, ശാന്ത, ദാസ്യ, സാഖ്യ, വാത്സല്യ, മാധുര്യ എന്ന രസത്തിലെല്ലാം വന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റിയത് ഭഗവാൻ വന്നിട്ട് ഹ്യൂമൻ ഫോമിൽ വരുമ്പോഴാണ്. നമുക്ക് വന്നിട്ട് ഭഗവാന് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഭഗവാൻ വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ച് വരുമ്പോ നമുക്ക് വന്നിട്ട് സ്പെഷ്യൽ മെർസി കിട്ടുന്നു. അതായത് ഭഗവാന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാനും ഭഗവാന്റെ മഹിമകളെ കുറിച്ച് മനസ്സിലാക്കാനും, പിന്നെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് ഇരുന്നാ പോരാ, ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടുന്നുണ്ട്. സോ അപ്പൊ ഭക്തിയുത സേവനം ചെയ്യണമെന്ന്. പിന്നെ ഭഗവാന്റെ ഡിവോട്ടി ആവാന്ന് പറഞ്ഞിട്ട് നമ്മള് സഹജിയരാവാൻ പാടില്ല എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. സഹജിയാസ് വന്നിട്ട് ആവാൻ പാടില്ല. അപ്പൊ സഹജി വളരെ ഞാൻ ഡിവോട്ടിയാണ്, ഗ്രേറ്റ് ഡിവോട്ടിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വളരെ ലോ ക്ലാസ് ആയിട്ട് നമ്മള് ബിഹേവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയുന്ന ആൾക്കാര്, സഹജിയരായിട്ടുള്ളവര് ഭയങ്കര ലോ ക്ലാസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. അങ്ങനെ സഹജീയന്മാരായിട്ട് ആവാൻ പാടില്ല. ഭഗവാന്റെ രാധാകൃഷ്ണന്റെ നല്ല ഒരു സെർവന്റ് ആയിട്ട് നമ്മൾ ആവണം എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. ഇപ്പൊ എന്ത് തന്നെ ഇപ്പൊ ശ്രീല പ്രഭുപാദ് പ്രഭുപോട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലത്തെ രാധാകൃഷ്ണ ഗുഹ്യ ലീലകളുടെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി, ഞാൻ രാധാകൃഷ്ണ പ്രേമഭാവത്തിൽ ലയിച്ച് ഇരിക്കുകയാണ്, അങ്ങനെയൊന്നും വിചാരിക്കാതെ നമ്മൾ വന്നിട്ട് ആചാര്യന്മാരെ സറണ്ടറായി ആചാര്യന്മാരുടെ ഡയറക്ഷൻ, ആചാര്യന്മാരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ സേവ ചെയ്യാൻ ശ്രമിക്കണം എന്നാ പറയുന്നത്. ഇപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദ് നരോത്തം ദാസ് ഠാക്കൂറുടെ പ്രാർത്ഥന ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശ്രീ രൂപ രഘുനാഥ പാദ ഹൈബേ ആകുതി കബേ ഹമ ഭുജായിബ സേയുഗള പ്രീതി. When shall I be eager to understand the literature between the Goswamis? Then I shall be able to understand the transcendental affairs of Radha and Krishna. So ഇവിടെ എന്താ പറയണേ? നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, ഈ ഗോസ്വാമിമാര്, ഷഡ്ഗോസ്വാമിമാര്, രൂപ രഘുനാഥ്, വന്ദേ രൂപ സനാതനൗ രഘുയുഗൗ ശ്രീജീവപാലകൗ, ഈ ഗോസ്വാമിമാരുടെ 6 ഗോസ്വാമിമാർ പറഞ്ഞിട്ടുള്ള, നമുക്ക് ഗ്രേറ്റ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ലിറ്ററേച്ചേഴ്സ്, വേദിക് ലിറ്ററേച്ചേഴ്സ്, ഭഗവാൻ പുസ്തകങ്ങൾ, ഇതെല്ലാം വന്ന് എപ്പോ ഞാൻ മനസ്സിലാക്കും? ഈ ഗ്രന്ഥങ്ങളെല്ലാം ഫുൾ വായിച്ച് പഠിച്ച് ഈ ഗ്രന്ഥങ്ങളെല്ലാം മനസ്സിലാക്കിയ പിന്നെയേ നമുക്ക് വന്നിട്ട് രാധാകൃഷ്ണന്റെ ആ ദിവ്യലീലയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ
മനസ്സിലാക്കാനേ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ എന്താ പറയണെന്ന് വെച്ചാല് യു ഷുഡ് ബി ഈഗർ ടു അണ്ടർസ്റ്റാൻഡ് ദ ലിറ്ററേച്ചർ ഗിവൻ ബൈ ദ ഗോസ്വാമീസ്. നരോത്തം ദാസ് ഠാക്കൂർ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മളെല്ലാം രാധാകൃഷ്ണന്റെ ലീലകളെല്ലാം വായിക്കാൻ അധികം ഇൻട്രസ്റ്റ് കാണിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വന്ന് കുറച്ച് ഹെവി ആയിരിക്കും നമ്മളെ മാതിരി സാധാരണ ഭക്തന്മാർക്ക്. അപ്പൊ ജസ്റ്റ് ലിറ്ററേച്ചേഴ്സില് ഗോസ്വാമിമാർ തന്നിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് എല്ലാം വന്നിട്ട് തറവായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ പിന്നെ അത് വന്ന് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമുക്ക് രാധാകൃഷ്ണന്റെ പാസ് ടൈംസ് എല്ലാം വന്നിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ബട്ട് സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുക എന്ന് വെച്ചാല് സഹജീയന്മാര് അപ്പം ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവര് സെന്റിമെന്റൽ ആയിട്ട് അവർ സ്പിരിച്വാലിറ്റിയും ഉള്ള പേരിൽ അവർ ഫുള്ളി മറ്റീരിയൽ തിങ്സ് ആണ് അവർ ചെയ്യുന്നത്. ചെയ്തിട്ട് ഡയറക്ട്ലി ഈ ദശമസ്കന്ധത്തിന്റെ രാധാകൃഷ്ണ ലീലയിലെ ചാടി അങ്ങനെ അതിന് വന്ന് അവർക്ക് ഒരു രസവും കിട്ടാൻ പോകുന്നില്ല. അത് സിംപ്ലി മെറ്റീരിയലിസം ആണ് എന്ന് പറയുന്നു. സോ ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നു, the conditioned souls are naturally averse to understanding the spiritual existence of the Lord. And if they try to know the transcendental nature of Lord's pastimes while they remain absorbed in materialism, they are sure to blunder like the Sahajiyas. നമ്മള് ശാസ്ത്രങ്ങൾ വായിച്ച് ഭഗവാനെ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ സഹജിയാസെ പോലെ ഞാൻ രാധാകൃഷ്ണ പ്രേമയില് ലയിച്ചിരിക്കുന്ന മാതിരി ചിലവര് ഗോപിക മാതിരി രാധാ മാതിരി എല്ലാം വേഷം കെട്ടി പിന്നെ നമുക്ക് കാണാം അവര് ഡയറക്ട്ലി ഗോപാല കല്യാണം കഴിക്കുന്നു, ലഡ്ഡു ഗോപാലിന്റെ ഡേറ്റി വെച്ചിട്ട് അതിനെ കല്യാണം കഴിക്കുന്നു, പിന്നെ പറയുന്നു നമ്മൾ രാധാഭാവത്തിലാണ് അങ്ങനെ പറയുന്നു. അതെല്ലാം വന്നിട്ട് സഹജിയാസാണ്. അത് ആ ലെവലുള്ള ഭക്തിയെല്ലാം നമ്മൾ ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ ചിലവരെല്ലാം വന്നിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശില പ്രഭുപാദ് നമുക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്, അത് ഹയസ്റ്റ് ആണ്. രാധാകൃഷ്ണ പ്രേമം മനസ്സിലാക്കുന്നത് വളരെ ഹയസ്റ്റ് സ്റ്റേറ്റ് ആണ്. ബട്ട് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ദ പ്രിലിമിനറി ക്വാളിഫിക്കേഷൻ ഇസ് സ്റ്റഡി തറോലി ശീല പ്രഭുപാദ്സ് ബുക്സ്. നമുക്ക് ഇവിടെ നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നത് നമ്മുടെ ആചാര്യമാർ തന്നിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ച് തറോലി മനസ്സിലാക്കിയ പിന്നെ നമുക്ക് രാധാകൃഷ്ണന്റെ ലീലകളെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. അപ്പൊ ഇത് എല്ലാ അതായത് ഇത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഈ ലിറ്ററേച്ചേഴ്സ് എല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കി പിന്നെ നമ്മൾക്ക് നമ്മുടെ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വാട്ട് ഈസ് അവർ പൊസിഷൻ, നമ്മൾ ഏത് ലെവലിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് ടെക്സ്റ്റ് നമ്പർ 34 നമുക്ക് ശീല പ്രഭുപാദ് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ടെക്സ്റ്റ് നമ്പർ 35 പോവാം. ഭവേത് ക്രിയ വിധിലിൻ സെയ്ഹ കായ കർത്തവ്യ അവശ്യ ഏഹി അന്യത പ്രത്യവായ. Translation. Okay. Here the use of the verb bhavet, which is in the imperative mode, tells us that this is certainly must be done. Non-compliance would be abandonment of duty. ഇതിലെ യെസ് ഭഗവാൻ പറഞ്ഞു ഹ്യൂമൻ ലൈക്ക് ഫോമില് ഭഗവാൻ വരുന്നുണ്ട്. ഭഗവാൻ ഹ്യൂമൻ ഫോമിൽ വന്ന പിന്നെ എന്താണ് നമ്മളെ വന്നിട്ട് ഇതാണ്. മെയിൻലി നമ്മൾ വായിച്ചു നേരത്തെ ഭഗവാൻ വരാനുള്ള എക്സ്റ്റേണൽ റീസൺസ് ഉണ്ടായിരുന്നു, ഇന്റേണൽ റീസൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ എക്സ്റ്റേണൽ റീസൺസില് നമ്മൾ വായിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എക്സ്റ്റേണൽ റീസൺസ് എന്തെല്ലാം ആയിരുന്നു? എക്സ്റ്റേണൽ റീസൺസ് മഹാപ്രഭു അപ്പിയറൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ റീസൺസ് എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വായിച്ചതില് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിരുന്നു. ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ശിരൂപ മാതാജി, യു റിമെമ്പർ സംതിങ്? എക്സ്റ്റേണൽ റീസൺസ് എന്തായിരുന്നു? ഹരേ കൃഷ്ണ. വളരെ സൈലന്റ് ആയിട്ട്
ഹരികൃഷ്ണ മാജി നമ്മൾ പുറത്താണ് മാജി. ഓക്കെ. സോ കൃഷ്ണ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. സോ ഭഗവാന്റെ പാസ്റ്റ് ടൈംസിലുള്ള എക്സ്റ്റേണൽ റീസൺ ചൈതന്യ മഹാപ്രഭു ആയിരുന്നു. പിന്നെ യുഗധർമ്മം ചൈതന്യ ഹരിനാം സങ്കീർത്തൻ, കലിയുഗ ധർമ്മമായ ഹരിനാം സങ്കീർത്തൻ വന്നിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അദ്വൈതാചാര്യരുടെ സിൻസിയർ പ്രേയേഴ്സ് ആണ് 3 കാരണങ്ങൾ, ബാഹ്യമായിട്ടുള്ള കാരണങ്ങളായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിന്റെ ഇന്റേണൽ കാരണങ്ങൾ വന്നിട്ട് ഇവിടെ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. അത് ഇപ്പൊ നമ്മൾ വായിക്കും. ഇപ്പം പ്രീവിയസ് ശ്ലോകാല നരോത്തം ദാസ് ഠാക്കൂർ തന്നെ പറയുന്നുണ്ട്, അൺലെസ് വൺ ഇസ് ട്രെയിൻഡ് അണ്ടർ ഡിസൈപ്ലിക് സക്സഷൻ ഓഫ് ഗോസ്വാമീസ് വൺ കൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് രാധാ ആൻഡ് കൃഷ്ണ. ഡിസൈപ്ലിക് സക്സഷനിൽ ഗോസ്വാമീസിന്റെ ട്രെയിനിങ് ഇല്ലാതെ രാധാകൃഷ്ണ ലീലയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ഇത് അഗെയിൻ പറഞ്ഞ പോലെ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അതിന്റെ സെയിം കണ്ടിന്യൂഷൻ ആണ് ഈ ശ്ലോകത്തിലും. ഇവിടെയും പറയുന്നുണ്ട്, ഓൺലി അണ്ടർ ദി ഗൈഡൻസ് ഓഫ് സ്പിരിച്വൽ മാസ്റ്റർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്പിരിച്വൽ മാസ്റ്റർ ഇല്ലാതെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, രാധാകൃഷ്ണ ലീലകളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സാധാരണ ഒരു ബോയും ഗേളിന്റെ റിലേഷൻഷിപ്പാണ് രാധാകൃഷ്ണയുടെ റിലേഷൻഷിപ്പ് എന്നെല്ലാം വിചാരിക്കുന്നതെല്ലാം വലിയ ഒരു പാപമാണ്. ആക്ച്വലി ആചാര്യന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ നല്ല ഒരു ആചാര്യയുടെ അനുഗ്രഹത്തില് നമുക്ക് വന്നിട്ട് ഈ 5 രസാസ് ഉണ്ടല്ലോ, 5 രസാസ് എന്നെല്ലാമാണ്. അത് ആർക്കെങ്കിലും, ഇത് ജനറൽ അല്ലേ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 5 രസാസ്, 5 രസം. നമ്മള് ഭഗവാന്റെ കൂടെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 5 രസങ്ങളുണ്ട്. ഭഗവാന്റെ കൂടെ നമ്മള് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രസങ്ങൾ. അപ്പൊ അത് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. Can anybody say? ഹരേ കൃഷ്ണ. ശാന്തരസം. താങ്ക് യു. ആരാ പറഞ്ഞത്? താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു സോ മച്ച്. പറയുന്നില്ല, ഞാനത് അതെ പ്രഭു, ഞാനും ആരെങ്കിലും പറയുവാൻ നോക്കുമായിരുന്നു. ഓക്കെ, ശാന്തരസം. യെസ് പ്രഭു, താങ്ക് യു. 5 ശാന്തരസ, ദാസ്യ, വാത്സല്യ, വാത്സല്യരസം, മാധുര്യരസം. യെസ്, മാധുര്യരസം. ഇത് ഇപ്പൊ ഇതാണ് ഈ 5 രസാസ്. ഇവിടെ പർപ്പൂട്ടിലെ ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, yes, by understanding the conjugal love of Radha and Krishna, one is freed from the grip of attraction to material so-called love between man and woman. ശരിക്കും രാധാകൃഷ്ണന്റെ ആ മാധുര്യ പ്രേമത്തിനെ മനസ്സിലാക്കിയാൽ ഈ മെറ്റീരിയൽ അട്രാക്ഷൻ, മാൻ ആൻഡ് വുമന്റെ ഇടയ്ക്കുള്ള ഈ അട്രാക്ഷനിലിருந்து ഫ്രീഡം കിട്ടും എന്ന് പറയുന്നുണ്ട്. അഗെയിൻ ഇത് മാധുര്യ രസ. Similarly, one who understands a pure parental love of Nanda and Yashoda for Krishna will be saved from being dragged into material paternal affection. അപ്പൊ നന്ദബാബയും യശോദ അമ്മയും എത്ര സ്നേഹത്തില് പ്രേമത്തില് കൃഷ്ണന്റെ അടുത്ത് ഉണ്ടായിരുന്നോ, അത് ആ പാസ്റ്റ് ടൈംസ് വായിക്കുമ്പോ നമ്മൾ എന്താവും, നമുക്ക് വന്നിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽ പാരന്റൽ അഫെക്ഷനിൽ നിന്ന് നമുക്ക് ആ ബോണ്ടേജിൽ നിന്ന് നമുക്ക് ഫ്രീ ആവുമെന്ന് പറയുന്നുണ്ട്. മെറ്റീരിയൽ പാരന്റൽ അഫെക്ഷൻ എല്ലാം ഭയങ്കര എന്ന് വെച്ചാല് പുത്ര ഈ അഫെക്ഷൻ അട്രാക്ഷൻ വന്നിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ബ്രേക്ക് ഡൗൺ ആവാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു പേരൻസ് വന്നിട്ട് നാളെ എന്റെ സ്ഥിതി എന്താവുമെന്ന് പോലും ചിന്തിക്കാതെ മക്കൾക്ക് എന്തും ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് പേരൻസ്. അതായത് ആ ഒരു കൺമൂടിത്തരം, എന്താ പറയാ, അങ്ങനെ ഭയങ്കര ഒരു സ്ട്രോങ് അഫെക്ഷൻ ആണ് പേരൻസിന്റെ അഫെക്ഷൻ, കുട്ടികളുടെ അടുത്തുള്ള അഫെക്ഷൻ. അതുപോലത്തെ അത് വന്ന് ബോണ്ടേജേ ഉണ്ടാക്കുള്ളൂ, അത് വീണ്ടും വീണ്ടും നമ്മൾ വന്നിട്ട് കഷ്ടപ്പാടേ കൊടുക്കുള്ളൂ അങ്ങനത്തെ അഫെക്ഷൻ വന്നിട്ട്. അതിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആ നന്ദബാബയും യശോദ അമ്മയുടെ അഫെക്ഷൻ നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ
will be saved from being dragged into material parental affection എന്ന് പറയുന്നുണ്ട്. നമ്മൾ വീണ്ടും ഈ മെറ്റീരിയൽ അഫെക്ഷനിൽ നമ്മൾ വീണ്ടും ഈ ബന്ധനത്തിൽ വരില്ല എന്ന് പറയുന്നുണ്ട്. If one accepts Krishna as a supreme friend, the attraction of material friendship will be finished for him. അത് നമ്മൾ കുറച്ച് ഡിവോട്ടീസ് നമുക്ക് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. കൃഷ്ണന്റെ അടുത്ത് അടുപ്പം കൂടുമ്പോൾ എല്ലാം മെറ്റീരിയൽ ഫ്രണ്ട്ഷിപ്പ് സ്ലോലി നീങ്ങി പോകുന്നത് കാണാം. അപ്പൊ ഇവിടെ പർപ്പൂട്ടിലെ ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, കൃഷ്ണനെ വന്നിട്ട് ഫ്രണ്ടായി അക്സെപ്റ്റ് ചെയ്താൽ മെറ്റീരിയൽ ഫ്രണ്ട്ഷിപ്പ് വിൽ ബി ഫിനിഷ്ഡ് ഫോർ ഹിം. അട്രാക്ഷൻ ഫോർ മെറ്റീരിയൽ ഫ്രണ്ട്ഷിപ്പ് വിൽ ബി ഫിനിഷ്ഡ് ഫോർ ഹിം. ആൻഡ് ഹി വിൽ നോട്ട് ബി ഡിസ്മേഡ് ബൈ സോ കോൾഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് മണ്ടേൻ wranglers. If he is attracted by servitorship to Krishna, he will no longer have to serve the material body. Jai. അപ്പൊ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ എന്താ പറയുന്നു? he will no longer have to serve material body. ഇനി ഒരിക്കലും ഈ ഭൗതിക ശരീരത്തിന് സേവ ചെയ്യണ്ട. ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ if he is attracted to servitorship to Krishna, he will no longer have to serve the material body in the degraded state of material existence. വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിച്ച് ഈ ഭൗതിക ശരീരത്തെ വന്നിട്ട് ഇങ്ങനെ സേവിക്കേണ്ട ആവശ്യം വരില്ല എപ്പോ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ. Similarly, one who seeks refuge to the greatness of Krishna and neutrality will certainly never again seek the so-called relief of impersonalist and void philosophy. അപ്പൊ വീണ്ടും പറയുന്നു, ഈ ശാന്തഭാവത്തില് വന്നിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാല് ഇംപേഴ്സണലിസ്റ്റ് വോയിഡ് ഫിലോസഫിയിൽ വന്നിട്ട് ഈ അറിവുവാദ തത്വത്തിലെല്ലാം വന്നിട്ട് അവർക്ക് യാതൊരു രസവും കിട്ടില്ല, ഒരിക്കലും അതിലേക്ക് നമ്മൾ പോവില്ല എന്ന്. അപ്പൊ കൃഷ്ണ വന്നിട്ട് ഈ 5 രസത്തില് ഏത് രസത്തില് നമ്മൾ സറണ്ടർ ആയാലും നമ്മൾക്ക് നമുക്ക് പരമാനന്ദം കിട്ടുന്നതോടല്ലാതെ നമ്മുടെ ഭൗതിക ബന്ധനങ്ങളെല്ലാം വന്ന് കട്ടായി പോകുന്നുണ്ട്. രാധാകൃഷ്ണ അട്രാക്ഷനില് രാധാകൃഷ്ണ കോൺജുഗൽ ലവ് മാധുര്യ ഭാവത്തിനെ വന്ന് നമ്മൾ മനസ്സിലാക്കിയാല് സ്ത്രീ പുരുഷ അട്രാക്ഷനിൽ നിന്ന് നമ്മൾ ഫ്രീ ആവും. പിന്നെ ഇവിടെ എന്താ പറയുക, നന്ദബാബ യശോദാമ്മയുടെ സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ വീണ്ടും ഈ പെറ്റേണൽ അഫെക്ഷനില് മാതൃപിതൃ അഫെക്ഷനിൽ വന്ന് നമ്മൾ ഫ്രീ ആവും. പിന്നെ അതുപോലെ ഭഗവാനെ നല്ല ഒരു ഫ്രണ്ടായി നമ്മൾ മനസ്സിലാക്കിയാൽ ഇഫ് വൺ അക്സെപ്റ്റ്സ് കൃഷ്ണ ആസ് എ സുപ്രീം ഫ്രണ്ട്, നമ്മൾ ഭഗവാനെ വന്ന് സുപ്രീം ഫ്രണ്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മെറ്റീരിയൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമ്മൾ ഇറ്റ് വിൽ ബി ഓൾ ഫിനിഷ്. ആൻഡ് വീണ്ടും നമ്മൾ വന്നിട്ട് ഈ ഭൗതിക ഈ ഫ്രണ്ട്ഷിപ്പിലെല്ലാം നമ്മൾ എന്താ എൻടാങ്കിൾ ആവില്ല. പിന്നെ അതുപോലെ കൃഷ്ണനെ വന്ന് സേവിക്കുന്നവർക്ക് സേവനത്തില് ദാസ്യഭാവത്തില് വന്ന് സേവ ചെയ്യുമ്പോൾ വീണ്ടും ഈ ഭൗതിക ശരീരത്തില് വന്നിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ ശാന്തരസത്തില് വന്നിട്ട് സറണ്ടർ ആയവർക്ക് വന്നിട്ട് ഇംപേഴ്സണലിസ്റ്റ് വോയിഡ് ഫിലോസഫിയിൽ വന്ന് യാതൊരു വാസനയും ഉണ്ടാവില്ല. അപ്പോ ശില പ്രഭുപാദ് ലാസ്റ്റ്ലി വന്ന് പറയുന്നുണ്ട്, ഓൺലി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ക്യാൻ വൺ അച്ചീവ് ദ ഹയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് ലൈഫ്. ബാക്കി എന്ത് ജിംനാസ്റ്റിക്സ് എല്ലാം ചെയ്താലും നമുക്ക് യാതൊരു പെർഫെക്ഷനും കിട്ടാൻ പോകുന്നില്ല. കൃഷ്ണ ഭാവനാമൃതത്തില് കൃഷ്ണ ഭക്തന്മാരുടെ സംഘത്തില് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടാനുള്ള ഹയസ്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ എന്ന് ശില പ്രഭുപാദ് വന്നിട്ട് ഇവിടെ പർപ്പട്ടില് വളരെ മനോഹരമായി പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ഇപ്പൊ നമുക്ക് 36 and 37 ശ്ലോക വായിക്കാം. ഏവാഞ്ച കൃഷ്ണ പ്രാകട്യ കാരണ അസുര സംഹാര അനുസംഗ പ്രയോജന ഏമത ചൈതന്യ കൃഷ്ണ പൂർണ്ണ ഭഗവാൻ യുഗ ധർമ്മ പ്രവർത്തന നാഹേ താണ്ഡ്ര കാമാം. യെസ്. So, ഇവിടെ പറയുന്നത്, just as these desires are fundamental reason for Krishna's appearance, whereas destroying the demons is only an incidental necessity. So, for Sri Krishna Chaitanya, Supreme Personality of Godhead, promulgating the dharma of the age is incidental. ഇപ്പൊ വന്നിട്ട് യുഗധർമ്മത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നു, യുഗധർമ്മത്തിനെ പ്രചരിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് വന്നിട്ട് ബാഹ്യമായിട്ടുള്ള കാരണമാണ്. ഇറ്റ് ഈസ് ഓൺലി ഇൻസിഡന്റൽ എന്ന് പറയുന്നുണ്ട്. മഹാപ്രഭു വന്നിട്ട് ഡിസ്ട്രോയിങ് ദ ഡീമൻസ്, അസുരമ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം എന്ന് പറയുമ്പോൾ പരിത്രാണായ സാധുക്കളെ രക്ഷിക്കാനും ദുഷ്കൃതന്മാരനെ വിനാശിക്കാനും പിന്നെ ധർമ്മത്തിനെ സ്ഥാപിക്കാനും വരുന്നുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞാലും, ബട്ട് ദാറ്റ് ഈസ് ഓൺലി എക്സ്റ്റേണൽ. അത് വന്നിട്ട് ഇറ്റ് ഈസ് ഓൺലി ഇൻസിഡന്റൽ. ചൈതന്യ മഹാപ്രഭു വന്നത് യുഗധർമ്മത്തിന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ബട്ട് ദാറ്റ് ഈസ് ഓൺലി എ ബൈ പ്രോഡക്റ്റ്. മെയിൻ ഉദ്ദേശം അത് അല്ലായിരുന്നു. മഹാപ്രഭു അപ്പിയർ ആവുമ്പോ അതിന്റെ റീസൺ വന്നിട്ട് മെയിൻ റീസൺ അതല്ല. അപ്പൊ ഇനി മെയിൻ റീസൺ എന്താണ് എന്നുള്ളതെല്ലാം ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് ഇനി ആകെ പറയും.
It is only just like സർഫ് എക്സൽ മേടിച്ചാല് ഒരു ചെറിയ സോപ്പോ ഇല്ല സംതിങ് ഫ്രീ വരുന്ന മാതിരി. ഇറ്റ്സ് ഓൺലി എ ബൈ പ്രോഡക്റ്റ്. യുഗധർമ്മത്തിനെ പ്രചരിക്കാൻ വരുന്നത്, സാധുക്കളെ വന്ന് സംരക്ഷിക്കാൻ വരുന്നത് എന്ന് പറയുന്നതെല്ലാം വന്നിട്ട് ഇറ്റ് ഇസ് ഓൺലി എ ബൈ പ്രോഡക്റ്റ്. അപ്പൊ മഹാപ്രഭു വരുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? അത് ഇനി നമ്മള് കാണാം. കോന കാരണയ ബേഹൈല അവതാര മന യുഗ ധർമ്മ കൈല ഹൈല സെ കാല മിലാന. When the Lord desired to appear for another reason, the time for promulgating the religion of the age also arose. Okay. അപ്പൊ മഹാപ്രഭു വന്നത് ഇപ്പൊ ഇവിടെ എന്താ പറയണേ? യുഗധർമ്മത്തിനെ പ്രചരിക്കാൻ വേണ്ടിയിട്ടല്ല, സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അതെല്ലാം ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ വന്നിട്ട് ഭൂലോകത്തില് അവതരിക്കണം എന്നെല്ലാം വിചാരിച്ചപ്പോ കറക്റ്റ് ആയിട്ട് അതേ സമയത്ത് യുഗധർമ്മത്തിന്റെ ഈ കലിയുഗവും the time for promulgating the religion of the age also arose. Correctly, കലിയുഗത്തില് ഈ ഹരിനാം സങ്കീർത്തനത്തെ പ്രചരിപ്പിക്കുന്ന ആ സമയവും അതേ സമയത്ത് വന്നു. സോ ഇതെല്ലാം വന്നിട്ട് കോയിൻസിഡന്റലി എല്ലാം നടന്നതാ. ഇപ്പൊ അടുത്ത ടെക്സ്റ്റ് നമ്മൾ 39 വായിക്കാം. ദുയി ഹേതു അവതാരി ലാന ഭക്ത ഗാന ആപനേയ സ്വാദേ പ്രേമ നാമ സങ്കീർത്തനാം. So with these two intentions, the Lord appeared with his devotees and tasted the nectar of prema with the congregational chanting of the holy name. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, അപ്പൊ these two intentions എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? ഒന്ന് പ്രേമരസ ആസ്വാദന. ആ പ്രേമരസം എന്താണ്? ആ പ്രേമരസ, പിന്നെ രാഗമാക ഭാർഗഭക്തി. ഈ രണ്ടാണ് മെയിൻ കാരണങ്ങൾ. ഈ ബാക്കി എല്ലാം വന്നിട്ട് കലിയുഗം വന്നു, കലിയുഗത്തിൽ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുന്നു, സാധുക്കളെ വന്നിട്ട് സംരക്ഷിക്കണം, ഇതെല്ലാം വന്ന് ഇറ്റ്സ് ഓൺലി എ ബൈ പ്രോഡക്റ്റ്. മെയിൻ കാരണം ഇത് അല്ല എന്ന് പറഞ്ഞത്. അടുത്തത് ടെക്സ്റ്റ് നമ്പർ 40. സെയ്ദ്വാരേ ആചണ്ഡാലേ കീർത്തന സഞ്ചാരേ നാമ പ്രേമ മാല ഗന്തി പാരായില സംസാരേ. Thus he spread kirtana among the untouchables. He wove a wrath of the holy name and prema with which he garlanded the entire material world. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്തായി വന്ന് ഒരു ഡിവോട്ടിയുടെ രൂപത്തില് വന്നിട്ട് മഹാപ്രഭു വന്നിട്ട് ആ പ്രേമം യോഗ്യതയുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ ഈവൻ ടു അൺടച്ചബിൾസ് എല്ലാവർക്കുമേ ചണ്ടാളെ ഈവൻ ദ ചണ്ടാലാസ് ഡോഗ് ഈറ്റേഴ്സ്, അൺടച്ചബിൾസ്, സൊസൈറ്റി അവരെല്ലാം വേണ്ടാന്ന് നീക്കി വെക്കുന്നു, അവരെ എല്ലാരെയും കൂടെ വിളിച്ച് ഹരിനാമ സങ്കീർത്തനം ചെയ്തു ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നു. ടെക്സ്റ്റ് നമ്പർ 41. ഏമത ഭക്ത ഭാവകാരി അംഗീകാര ആപനീയാചാരി ഭക്തികാരി ലാ പ്രചാര. In this way, assuming the sentiment of a devotee, he preached devotional service by practicing himself. Very nice. അതുപോലെ അസ്യൂമിങ് ദ സെന്റിമെന്റ് ഓഫ് എ ഡിവോട്ടി, ഒരു ഭക്തന്റെ ഭാവത്തില് വന്നിട്ട് ഭക്തിയുടെ സേവനം ചെയ്ത് വൈൽ പ്രാക്ടീസിങ് ഹിംസെൽഫ്. ഇപ്പൊ നമ്മുടെ ഭക്തന്മാര് ഇൻക്ലൂഡിങ് നമ്മളെല്ലാവരും എന്നമാരി ആൾക്കാരെല്ലാം വന്നിട്ട് കുറെ പറയുന്നുണ്ട്, എന്നാലും പാലിക്കുന്നത് വളരെ മൈന്യൂട്ട് പെർസെന്റേജേ ഉള്ളൂ. അപ്പൊ വന്നിട്ട് ചില പ്രഭുപാദ് പറയുന്നുണ്ട് ആചാര്യ പ്രചാർ, ഫസ്റ്റ് ഫ്ലൈറ്റ് അറ്റൻഡൻസ് എല്ലാം ഫ്ലൈറ്റിൽ കയറുമ്പോ അവർ പറയും സീറ്റ് ബെൽറ്റ് ഇടൂ, പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ പിന്നെ അടുത്തുള്ളവർക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കും. അതേപോലെ ഓക്സിജൻ ലെവൽ കമ്മിയാകുമ്പോൾ ഓക്സിജൻ മാസ്ക് മേലെന്ന് താഴെ വീഴും. ആദ്യം നമുക്ക് ഓക്സിജൻ മാസ്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തുള്ളവർക്ക് വെച്ച് കൊടുക്കണം. ഫസ്റ്റ് യു ഷുഡ് സേവ് യുവർ സെൽഫ്, ദെൻ സേവ് അതേഴ്സ്. ഫസ്റ്റ് വി ഹാവ് ടു പ്രീച്ച് ടു അവർ സെൽഫ്. ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ്, ആദ്യത്തെ ഹിയറിംഗ്, ആദ്യത്തെ ചാന്റിങ് എല്ലാവരും വന്നിട്ട് മറ്റവർക്ക് വേണ്ടി പറയാനല്ല. ഇത് വന്നിട്ട് ആചാര്യ പ്രചാർ. ഫസ്റ്റ് വി ഹാവ് ടു ഫോളോ അവർ സെൽസ്. അത് വന്നിട്ട് ചൈതന്യ മഹാപ്രഭു നമ്മുടെ ആചാര്യമാരെല്ലാം പ്രാക്ടിക്കലി അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവർ തന്നിട്ട് ജീവിതത്തിൽ സ്വയം പാലിച്ചു. അത് പാലിച്ച പിന്നെ he preached devotional service while practicing himself. Purport നമുക്ക് നോക്കാം. When Rupa Goswami met Sri Chaitanya Mahaprabhu at Prayaga, he offered his respectful obeisances by submitting that Lord Chaitanya was most magnanimous than any other avatar of Krishna, because he was distributing the love of Krishna. ഇപ്പൊ വേറെ ഏതൊരു അവതാരം ഇതുവരെ വന്നിരുന്നാലും അവരെല്ലാം വന്ന് കുറെ അവതാരങ്ങളെല്ലാം വന്ന് ഭക്തന്മാർ വന്ന് സിൻസിയറായി പ്രാർത്ഥിച്ചു, നാമം ജപിച്ചു, വിളിച്ചു, എല്ലാം ചെയ്തു.
അവർ വന്നിട്ട് അവതാരങ്ങളെല്ലാം വന്നു. പക്ഷെ ഓരോ അവതാരം വന്നപ്പോഴും ആ ഡിവോട്ടിയുടെ ക്വാളിഫിക്കേഷൻ അവിടെ കൃഷ്ണൻ നോക്കുമായിരുന്നു. എത്രമാത്രം സിൻസിയർ, എത്രമാത്രം പ്യുവർ, എത്രമാത്രം സെൽഫ്ലെസ് ആയിരുന്നു, എത്രമാത്രം പ്യൂരിറ്റി ഉണ്ട് ആ ഭക്തന്റെ അടുത്ത്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചത്. ഭഗവാൻ വന്നിട്ട് അപ്പിയർ ചെയ്തത് ലാസ്റ്റ് നിമിഷം വരെ പരീക്ഷണമായിരിക്കും. ഈവൻ ദ്രൗപദി വിളിക്കുമ്പോഴും ഹി വാസ് ജസ്റ്റ് വെയിറ്റിംഗ്. രണ്ട് കൈയോ നിന്റെ ഭർത്താക്കളെ നിന്നെ സേവ് ചെയ്യുമെന്ന് വിചാരിച്ചല്ലോ നീ. ഓക്കെ, ഈ സഭയിലുള്ള ബാക്കി കുരുവംശത്തിലുള്ള ആചാര്യന്മാരെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ? അവസാനം ആരും ഇല്ലാന്ന് രണ്ട് കൈ പൊക്കുന്നു വരെ ഭഗവാൻ വന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. വിളിക്കുന്നുണ്ട്, അപ്പൊ മുതൽ ദ്രൗപദി വന്നിട്ട് കേശവ മാധവ എന്നെല്ലാം വിളിക്കുന്നുണ്ട്. ബട്ട് കൃഷ്ണ ഇസ് നോട്ട് കമ്മിങ്. സോ കൃഷ്ണൻ വന്നിട്ട് അനുഗ്രഹിക്കണം എന്ന് വിചാരിക്കുമ്പോ ഒരു ഭക്തന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? വാട്ട് ഇസ് എ പാത്ര, വാട്ട് ഇസ് എ ക്വാളിഫിക്കേഷൻ? എന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ അതിന് നീ എന്തുമാത്രം പ്യുവറാ. അപ്പൊ ആ QC നോക്കുമ്പോ, ക്വാളിറ്റി ഓഫ് ഭക്തി നോക്കുമ്പോ അവിടെ എല്ലാരും മിക്കവാറും ഫെയിൽ ആവും. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ മഹാപ്രഭു വന്നിട്ട് എന്താ ചെയ്യുന്നേ? He is not looking for any quality. He is just distributing to all the chandalas and untouchables. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ രൂപ ഗോസ്വാമി പാദ് വന്ന് എഴുതി the Lord that then any other കൃഷ്ണന്റെ ഏതൊരു അവതാരത്തിനെക്കാട്ടിലും ഈ അവതാരം ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം വന്നിട്ട് വളരെ മഗ്നാനിമസ്, നമോ മഹാവദന്യായ, വളരെ മഗ്നാനിമസ്, യാതൊരു ക്വാളിഫിക്കേഷനും പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും കൃഷ്ണപ്രേമത്തെ വാരി നൽകുന്നുണ്ട് എന്ന് രൂപ ഗോസ്വാമി പാദ് വന്നിട്ട് എഴുതി. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമം. അത് ഒന്ന് നോക്കിയ അപ്പൊ ചൈതന്യ മഹാപ്രഭുവാണ് പരമദയാലു. അപ്പൊ മഹാപ്രഭു വന്നിട്ട് ഇത്ര ദയാലുവായിട്ട് കൃഷ്ണ കോൺഷ്യസ്നെസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അറിയാം, കൃഷ്ണന്റെ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ ശ്രിയഃ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ സന്നാംഭാഗത്തി, ഇങ്ങനെ എല്ലാ ക്വാളിറ്റീസും പൂർണ്ണമായിട്ടുള്ളത് വന്നിട്ട് ഓൺലി ശ്രീകൃഷ്ണ ഓൺലി. അതേപോലെ ഇത്ര മഗ്നാനിമസ് ആയിട്ട് യാതൊരു ക്വാളിഫിക്കേഷനും പ്രതീക്ഷിക്കാതെ ഒരു കൃഷ്ണഭക്തി വന്ന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മഹാപ്രഭു എത്ര മഗ്നാനിമസ് ആണ്. അങ്ങനെ വന്ന് ആർക്ക് ചെയ്യാൻ പറ്റും? ഭഗവാനെ കൊണ്ട് മാത്രമേ അങ്ങനെ കൃഷ്ണപ്രേമ ഡിസ്ട്രിബ്യൂഷനും കൃഷ്ണൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് എൻ ഓർഡിനറി പേഴ്സൺ, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദാറ്റ് ഇസ് ഓൾസോ കൃഷ്ണ ഓൺലി. ദ മ്യൂണിഫിസന്റ് broadcasting of devotional service is possible only for Krishna. Therefore Chaitanya Mahaprabhu is Krishna. അതുകൊണ്ട് അത്ര മ്യൂണിഫിസിയന്റ് ആയിട്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ എല്ലാവർക്കും കൃഷ്ണപ്രേമം നൽകിയ ചൈതന്യ മഹാപ്രഭു സാക്ഷാത് കൃഷ്ണൻ തന്നെയാണ് എന്ന് രൂപ ഗോസ്വാമി പാദ്. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമ പ്രദായത്തെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗൗരവ. ഓക്കെ, இந்த பகவத்கீதா കൃഷ്ണൻ വന്ന് പറഞ്ഞു എല്ലാരും വന്ന് എന്നെ സറണ്ടർ ആവണം എന്നെല്ലാം പറഞ്ഞു. സറണ്ടർ ആവുന്ന എന്താ പറയുക? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ അതെല്ലാം പറഞ്ഞ പിന്നെ എന്തായി? ആരും തിരിച്ചു വരുന്നില്ല. ഭഗവാൻ അവിടെ പോയി എന്നിട്ട് നോക്കുന്നു, ആരും തിരിച്ചു വരുന്നില്ല. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ഞാൻ കുറെ തിയറി എല്ലാം പറഞ്ഞു, പ്രാക്ടിക്കലായിട്ട് ഞാനൊന്നും പഠിപ്പിച്ചില്ല. എന്നാ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള തിയറി, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ലെസൺസ്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ലെസൺസ് എല്ലാം വന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ഞാൻ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ ഇറങ്ങി വന്നതാണ്. നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോ സർ ഡെമോ കാണിക്കട്ടെ, ഒരു ഡെമോ നമുക്ക് കാണാം, ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഡെമോ കാണാം, ഈ ഒരു ഡെമോ കാണാന്ന്. എന്തൊരു സാധനം മേടിച്ചാലും ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ഭക്തി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ശ്ലോകം പറഞ്ഞാൽ ഭക്തനായോ? തിലകം വെച്ച് കണ്ടിയിട്ട ഭക്തനായോ? അപ്പൊ ശരിക്കും ഭക്തൻ പറഞ്ഞാൽ എന്താണ്? ഭക്തിയുത സേവനം പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ഗ്രേറ്റ്നെസ് എന്താണ്? ഇതെല്ലാം മനസ്സിലാക്കി തരണമെങ്കിൽ അതും ഭഗവാൻ തന്നെ വന്ന് പഠിപ്പിക്കണം. വേറെ ആരും ഒന്ന് പഠിപ്പിക്കും? വേറെ ആർക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭു, അപ്പൊ കൃഷ്ണൻ തന്നെയാ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന് ആ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തു. ഭക്തന്റെ രൂപത്തിൽ വന്നിട്ട് ഭക്തിയുത സേവനം സ്വയം ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ ആചാര്യന്മാരെല്ലാം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മുടെ ആചാര്യന്മാർ so Krishna, he is Krishna teaching is his own service from the position of a devotee. Prabhupada പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ and he is teaching his own service from the position of a devotee. ഒരു ഭക്തനായിരുന്ന് ഭക്തിയുത സേവനം എങ്ങനെ ചെയ്യണം എന്നുള്ളത്
കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശില പ്രഭുപാദ് വളരെ നല്ല രീതിയിൽ നല്ലതായിട്ട് പ്രഭുപാദിൽ പറയുന്നുണ്ട്, a conditioned soul cannot reach the absolute personality of Godhead by his imperfect endeavor, and therefore it is wonderful that Lord Krishna in the form of Gauranga has made it easy for everyone to approach. നമ്മളെ മാറി ഒരു കണ്ടീഷൻ സോൾ, ഒരു ബന്ധപ്പെട്ട ആത്മാവുക്ക് തീർച്ചയായിട്ട് പരമപുരുഷ ഭഗവാനെ വന്നിട്ട് നമ്മുടെ എല്ലാം ഇംപെർഫെക്റ്റാ, നമ്മളെല്ലാറ്റിലും ഇംപെർഫെക്റ്റാ. അങ്ങനെയുള്ളപ്പോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഭഗവാനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സെൻസസ്, ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് നമ്മളെ മാറി ബദ്ധ ആത്മാക്കൾക്ക്, ബദ്ധജീവികൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ സ്വയം ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അപ്പൊ ഇതുപോലെ ഞാൻ വലിയൊരു ഭക്തനാണ്, ഞാൻ അങ്ങനെ രാധാകൃഷ്ണന്റെ ഭാവത്തില് ഞാൻ ലയിച്ചു പോയി, എവിടെയും കണ്ണനെ കാണാൻ ഞാൻ രാധാറാണിയാണ്, അങ്ങനത്തെ ഈ ഗൗരനാഗരീസ് അതെല്ലാം വന്ന് ചൈതന്യ മഹാപ്രഭു അതെല്ലാം പറഞ്ഞു. നോ പ്രിറ്റൻഷൻ. അതുപോലെ ഒരു പ്രിറ്റൻഷൻ വന്നിട്ട് പാടില്ല. നമ്മൾ വന്നിട്ട് ഞാൻ വലിയ ഭക്തനാണ്, അങ്ങനെ രാധയെ പോലെയാണ്, ഞാൻ എല്ലാവിടെയും കണ്ണനെ കാണുന്നുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു പ്രിറ്റൻഷൻ എന്താ പറയാ, പ്രിറ്റൻഷൻ പാടില്ല. നമ്മൾ വന്നിട്ട് അങ്ങനെ ചുമ്മാ ഷോ ചെയ്യാൻ പാടില്ല. ആക്ച്വലി അങ്ങനത്തെ ഒരു ഭാവമെല്ലാം നമുക്കില്ല. അങ്ങനെ ഇല്ല ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. ചുമ്മാ അങ്ങനെ ചെയ്യുന്നത് വന്നിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നു, ഇറ്റ് ഈസ് സിംപ്ലി എ ഡിസ്റ്റർബൻസ് ടു കൃഷ്ണ. അതുപോലെ ഞാൻ വലിയ ഭക്തനാണ് എന്ന് ഷോ കാണിക്കുന്നത് അതെല്ലാം വന്ന് എന്താ വെച്ചാല് ഡിവോട്ടി ഈസ് നോട്ട് മെന്റ് ടു ക്രിയേറ്റ് ഡിസ്റ്റർബൻസ് ടു കൃഷ്ണ. അങ്ങനെ വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വന്നിട്ട് ഭഗവാൻ വന്നിട്ട് നമ്മുടെ അങ്ങനത്തെ സേവനത്തിൽ വന്നിട്ട് ശുദ്ധഭക്തി ഇല്ലാതെ, ക്വാളിറ്റി ഇല്ലാതെ സർവീസിൽ വന്നിട്ട് ഭഗവാൻ സംതൃപ്തനാവില്ല. ഭഗവാൻ സംതൃപ്തനാവാതെ ഭഗവാൻ എന്താവും, ഇൻ ദ നെയിം ഓഫ് ഡിവോഷൻ വാട്ട് നോൺസെൻസ് ദി ആർ ഡൂയിങ്. ഭക്തി എന്ന് പറഞ്ഞിട്ട് ഭക്തിയുടെ പേരിൽ ഇവർ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഭഗവാൻ അത് ചിന്തിക്കുമ്പോ ഡിവോട്ടി ഈസ് നോട്ട് മെന്റ് ടു ക്രിയേറ്റ് ഡിസ്റ്റർബൻസ് ടു കൃഷ്ണ. ഭക്തി എന്നുള്ള പേരിൽ നമ്മൾ എന്താ ചെയ്യണേ, ഭഗവാനെ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യണം. അങ്ങനത്തെ സേവം നമ്മൾ ചെയ്യാൻ പാടില്ല. രൂപ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാ സേവ ചെയ്യേണ്ടത്. അനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജനം രക്ഷിഷ്യതീതി വിശ്വാസോ ഭോക്തൃത്വേവരണം തത് ആത്മനിക്ഷേപ കാർപ്പണ്യ ഷദ്വിധ. അപ്പൊ ശരണാഗതി തത്വം എന്താണെന്ന് രൂപ ഗോസ്വാമി വന്ന് പറഞ്ഞിട്ടുണ്ട്. അനുകൂല്യസ്യ സങ്കല്പ only which is favorable for കൃഷ്ണ. കംസനും 24 മണിക്കൂറും ഭഗവാനെ ഓർത്തിരുന്നു. പക്ഷെ കംസന്റെ കൃഷ്ണ കോൺഷ്യസ്നസ് വന്നിട്ട് ഫേവറബിൾ മൂഡിലല്ല, കൃഷ്ണനെ വിരോധിയായിട്ട് കണ്ടു. കൃഷ്ണന്റെ അടുത്ത് ഒരു പ്രേമയും ഇല്ലാതെ കൃഷ്ണൻ വന്ന് 24 മണിക്കൂറും കൃഷ്ണനെ കൊല്ലണം എന്ന് മാത്രമായിരുന്നു അവരുടെ ഒരു വിചാരം. അത് അൺഫേവറബിൾ ആയിട്ടുള്ള സർവീസ് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ അനുകൂല്യസ്യ സങ്കല്പ, നമ്മുടെ ഭക്തിയെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യണം. സോ അപ്പൊ നമ്മള് വി ഷുഡ് സിംപ്ലി ഫോളോ അവർ ആചാര്യാസ്. ആചാര്യന്മാർ കാണിക്കുന്ന പാതയിൽ നമ്മൾ നടക്കണം എന്നല്ലാതെ നമ്മൾ വന്നിട്ട് ഇതുപോലത്തെ ഹൈ പൊസിഷൻ എല്ലാം വന്നിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ശീല പ്രഭുപാദ് നമ്മളെ വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ വളരെ കെയർഫുൾ ആയിരിക്കണം. അനുകൂല്യമായിട്ടുള്ള സേവനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ ശ്ലോകത്തില്. അപ്പൊ നമുക്ക് 42 ശ്ലോക വായിക്കാം. ദാസ്യ സഖ്യ വാത്സല്യ ആരായേ ശൃംഗാര ചാരി പ്രേമ ചതുർവേദ ഭക്തിയേ ആധാര. 4 kinds of devotees are receptacles of 4 kinds of mellows in love of God, namely servitude, friendship, paternal affection and conjugal love. ഇതില ശാന്ത രസത്തിനെ കുറിച്ച് പറയുന്നേ ഇല്ല. ശാന്തരസം വന്നിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലല്ലോ ഭഗവാന്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള 4 രസങ്ങളില് നമുക്ക് ഭക്തിയുടെ സേവനം, ഭക്തി ആദാൻ പ്രദാൻ, റെസിപ്രിക്കേഷൻ വന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. 4 തരത്തിലുള്ള ലവിങ് എക്സ്ചേഞ്ച് വന്നിട്ട് ഡിവോട്ടീസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദാസനായിട്ട്, കൃഷ്ണനെ നല്ല ഒരു ഫ്രണ്ടായിട്ട്, പിന്നെ കൃഷ്ണന്റെ മാതാപിതാവായിട്ട്, വാത്സല്യഭാവത്തിലും, പിന്നെ അവസാനം കോൺജുഗൽ ലവ്. ഇവിടെ ശൃംഗാര എന്ന് പറയുന്നത്
മാധുര്യ പ്രേമത്തിനാണ് ഇവിടെ ശൃംഗാര എന്ന് പറയുന്നത്. Okay, we go to text number 43. निज निज भाव सबे श्रेष्ठ करी माने, निज भावे करी कृष्ण सुख आस्वादने. Each kind of a devotee feels that his sentiment is most excellent, and thus in that mode he tastes happiness with Krishna. So ഓരോരോ ഡിവോട്ടി ഓരോരോ ഭാവത്തില്, എല്ലാരും വാത്സല്യ ഭാവത്തില് ഭഗവാൻ. ചിലവർക്ക് കൃഷ്ണനെ ഫ്രണ്ടായിട്ട് ഇഷ്ടം, ചിലവർക്ക് കൃഷ്ണനെ കുട്ടിയായിട്ട് കുഞ്ഞായിട്ട് കാണാൻ ഇഷ്ടം, ചിലവർക്ക് ദാസനായിട്ട് കാണാൻ ഇഷ്ടം, ചിലവർക്ക് പ്രേമികയായിട്ട് കാണാൻ ഇഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ ഓരോരോ ഡിവോട്ടിയും വിചാരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന രസമാണ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനത്തെ സിൻസിയർ ഡിവോട്ടീസ് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. തടസ്ഥഹയമാനെ വിചാരയധികാരി സബരസ ഹൈതേ ശൃംഗാരേ അധിക മാധുരി. But if we compare the sentiments in the imperial mood, we find that impartial mood. In an impartial mood, we find that conjugal sentiment is superior to all other in sweetness. അപ്പൊ ഈ 4 രസവും ഉണ്ട്. ദാസ്യ, സഖ്യ, വാത്സല്യ, മാധുര്യ എല്ലാം ഉണ്ട്. എല്ലാ രസവും ഉണ്ടായാലും the topmost രസ വന്നിട്ട് മാധുര്യ രസ എന്ന് ശില പ്രഭുപാദ് വന്നിട്ട് പറയുന്നു. ഓക്കെ, ഇപ്പൊ ഭഗവാന്റെ അടുത്തുള്ള യാതൊരു റിലേഷൻഷിപ്പും വന്നിട്ട് ഉന്നതമായ റിലേഷൻഷിപ്പാണ്. പപ്പോട്ടിൽ ശില പ്രഭുപാദ് പറയുന്നുണ്ട്, നോ വൺ ഇസ് ഹയർ ഓർ ലോവർ ദാൻ എനി വൺ ഇൻ ട്രാൻസെൻഡന്റൽ റിലേഷൻ. ഏത് റിലേഷൻഷിപ്പും ഒന്ന് വലുത് ഒന്ന് ചെറുത് അങ്ങനെ പറയാനില്ല. ബിക്കോസ് എല്ലാം ഭഗവാന്റെ കണക്ട് ആയിട്ടുള്ളതുകൊണ്ട് എല്ലാവും ദിവ്യമാണ്. എന്നാലും ഓൾദോ ഓൾ ദീസ് റിലേഷൻഷിപ്സ് ആർ അബ്സല്യൂട്ട്, ഇതെല്ലാം പരമ ദിവ്യമായി ഇരുന്നാലും there is also transcendental difference. അതിന്റെ ഉള്ളില് ദിവ്യമായിട്ടുള്ള ഡിഫറൻസസും ഉണ്ട്. എല്ലാറ്റിലും വന്നിട്ട് ടോപ്പ് മോസ്റ്റ് വന്നിട്ട് എന്താണ്? ടോപ്പ് മോസ്റ്റ് വന്നിട്ട് മാധുര്യ ഭാവമാണ് എന്ന് ശില പ്രഭുപാദ് വന്നിട്ട് പറയുന്നുണ്ട്. ഇത് ഒരു പ്രാവശ്യം നമ്മുടെ ദാമോദര മാസ ടൈമില് ഒരു സാർവഭൗമ പ്രഭു പറഞ്ഞ ഒരു പ്രഭു വന്നിരുന്നു. പ്രഭുവിന്റെ ക്ലാസ്സില് ദാമോദർ ലീലയില് ദാമോദരനെ വന്നിട്ട് ഇങ്ങനെ ഉദരത്തില് കെട്ടിയിട്ടപ്പോ ആ കെട്ടിയ കെട്ട് ഫ്രണ്ട്സിന് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഫ്രണ്ടിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആ കെട്ടിയ കെട്ട് വന്നിട്ട് സാധാരണ കെട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് ഇൻ മാധുര്യ വാത്സല്യ ഭാവത്തില് കെട്ടിയ കെട്ടാണ്. അപ്പോ വാത്സല്യ ഭാവം എന്ന് പറയുന്നത് സഖ്യഭാവത്തിനെക്കാട്ടിലും കൂടുതൽ ഹൈ ആണ്. അതുകൊണ്ട് വാത്സല്യഭാവത്തിനെക്കാട്ടിലും താഴ്ന്ന ഭാവത്തിലുള്ള സഖ്യഭാവത്തിലുള്ളവർക്ക് വന്നിട്ട് വാത്സല്യഭാവത്തിന്റെ കെട്ടിനെ വന്ന് അഴിക്കാൻ പറ്റിയില്ല. നന്ദഭാവ വന്നിട്ട് നന്ദഭാവവും സെയിം ഭാവത്തില് വാത്സല്യഭാവത്തിലാണ്. യശോദാമ്മയുടെ സെയിം വാത്സല്യഭാവത്തിലാണ്. അപ്പൊ നന്ദഭാവ വന്ന പിന്നെ അത് അഴിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് സഖ്യഭാവത്തിലുള്ള ഫ്രണ്ട്സ് വന്ന് ചെയ്തപ്പോൾ അതിൽ വന്നിട്ട് അയക്കാൻ പറ്റിയില്ല എന്നുള്ള ഇത് വന്നിട്ട് പറഞ്ഞു. അപ്പൊ പ്രഭു ക്ലാസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ പ്രഭു ഒരു നല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതില് ഒരു നല്ല കൂട്ടുകാരൻ നല്ല ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കല്യാണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ വീണ്ടും ആ ഫ്രണ്ട്സിന്റെ പഴയ ഗെറ്റ് ടുഗെദർ പാർട്ടീസ് എല്ലാം ഉണ്ടാവില്ല. അപ്പം അമ്മ വന്ന് പറയും, മുമ്പെല്ലാം എന്നെ എപ്പോഴും ഒന്ന് കാണാമായിരിക്കും, എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും ഒന്ന് സംസാരിക്കും, ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ ഇവനെ സമയമേ ഇല്ല, എന്നെ വിളിക്കുന്ന പോലെ ഇല്ല എന്ന് അമ്മമാർ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് എന്ന് വെച്ചാല് ഒരു ഇപ്പോ ഫസ്റ്റ് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ലെവൽ, ഫ്രണ്ട്സ് ഓടിയാടി കളിക്കുക അങ്ങനെയല്ല. അപ്പൊ കൃഷ്ണന്റെ ലെവലിൽ എടുക്കുമ്പോൾ ചെറിയ ലെവലിൽ എടുക്കുമ്പോൾ അങ്ങനെ. അത് കഴിഞ്ഞ പിന്നെ വാത്സല്യ പ്രേമം വരുമ്പോ അച്ഛൻ അമ്മമാര് അവർ വന്ന് പലപ്പോഴും അവര് കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അവര് ദാസ്യഭാവത്തിൽ വന്ന് ആ കുട്ടിക്ക് വേണ്ട എല്ലാ സേവകളും ചെയ്യുന്നുണ്ട്. പിന്നെ ദാസ്യഭാവത്തിൽ വന്ന് സേവകൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ലാതെ ആ കുട്ടിയെ കളിപ്പിക്കുന്നത് എങ്ങനെയാ? അവർ വന്നിട്ട് അതേപോലെ കുട്ടി മുട്ടുകുത്തി നടക്കുന്ന പോലെ അച്ഛനും അമ്മയും മുട്ടുകുത്തി നടക്കും. പിന്നെ അവരുടെ ലെവലിൽ നിന്നിട്ട്
കുട്ടിയെമാരെ തന്നെ അവര് സംസാരിക്കുകയെല്ലാം ചെയ്യും. സോ ദേ ആർ ഓൾസോ സെർവന്റ്, ദേ ആർ ഓൾസോ ഫ്രണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുഞ്ഞിനെ പോലെ തന്നെ സംസാരിക്കും. വലിയ കയ്യിലെ വടിയെല്ലാം വെച്ചിട്ട് അങ്ങനെ നിന്നിട്ട് അങ്ങനെയെല്ലാം സംസാരിക്കില്ല. ബേബിയുടെ അടുത്ത് സംസാരിക്കും, ബേബിയുടെ ലെവലിൽ താഴെ ഇറങ്ങി വന്ന് മുട്ടുകുത്തി സംസാരിച്ച് അതിന്റെ കൂടെ എല്ലാം കളിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അപ്പൊ അവിടെ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. സോ ദർ ഇസ് ദാസ്യഭാവം. അപ്പൊ ഒരു പെറ്റേണൽ അഫെക്ഷനിൽ വന്നിട്ട് മാതാപിതാവാകുമ്പോ അതിൽ വന്നിട്ട് അവിടെ സർവീസ് ഉണ്ട്, മാതാപിതാ സർവീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അവർ ഫ്രണ്ടായിട്ടും കുട്ടിയുടെ അടുത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവർ ആസ് എ മദർ ആൻഡ് ഫാദർ അവർ എന്ത് ഡ്യൂട്ടീസ് ചെയ്യണോ കുട്ടികൾക്ക് വേണ്ട കാര്യം. സോ ദേ ആർ ഓൾസോ മദർ ആൻഡ് ഫാദർ. അപ്പൊ നോക്കിയാൽ ഈ ദാസ്യഭാവത്തിൽ ദാസ്യഭാവം മാത്രമേ ഉള്ളൂ. സഖ്യഭാവത്തിൽ നോക്കുമ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇനിയൊരു ഫ്രണ്ടിന് എന്ത് സേവ വേണമെങ്കിൽ ചെയ്യും. സോ സഖ്യഭാവത്തിൽ ദാസ്യഭാവം വന്നിട്ട് ഇൻക്ലൂഡഡ് ആണ്. ഫ്രണ്ട് വന്നിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ കളിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട് വന്ന് ഫ്രണ്ടുമാണ്, പിന്നെ ഒരു ഫ്രണ്ട് വന്ന് ഇനിയൊരു ഫ്രണ്ടിന് എന്ത് സേവയും ചെയ്യാൻ പറ്റും. അപ്പം ദാസ്യഭാവത്തിനെക്കാട്ടിലും വലുത് സഖ്യഭാവമാണ്. അതില് സഖ്യഭാവത്തില് ദാസ്യഭാവം ഉണ്ട്, സഖാവും ഉണ്ട്. തേർഡ് ലെവലിലെ വാത്സല്യഭാവം വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അച്ഛനമ്മയും സേവ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് സഖ്യഭാവം ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുട്ടിയുടെ ലെവലിൽ വന്ന് കളിക്കുമ്പോൾ അതിൽ വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഭാവം ഉണ്ട്, സഖ്യഭാവം ഉണ്ട്, ദാസ്യഭാവം ഉണ്ട്, മാതൃപിതൃ അഫെക്ഷൻ ഉണ്ട്, വാത്സല്യഭാവം ഉണ്ട്. അപ്പൊ വാത്സല്യഭാവത്തിന്റെ അകത്ത് ഇത് മൂന്നുണ്ട്. പിന്നെ മാധുര്യ ലെവലിൽ വരുമ്പോ ഒരു കോൺജുഗൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എടുത്താല് അവർ സെർവന്റ് ആയിട്ട് ഒരു ഭാര്യ ഭർത്താവ് വന്നിട്ട് അവർക്ക് എന്ത് സേവയും ചെയ്യാൻ തയ്യാറാണ്. പലപ്പോഴും വന്നിട്ട് ദേ ഓൾസോ സെർവ് ഈച്ച് അതർ. പിന്നെ ദേ ആർ ഓൾസോ ഗുഡ് ഫ്രണ്ട്സ്. പിന്നെ പലപ്പോഴും വന്ന് നോക്കിയാലും ഒരു പേരന്റ് പോലെ ഒരു വൈഫ് വന്നിട്ട് ഹസ്ബൻഡിനെ വേണ്ട മദർലി അഫെക്ഷൻ കാണിക്കുന്ന മാതിരിയുള്ള അഫെക്ഷനും കോൺജുഗൽ വൈഫിന്റെ അടുത്ത് നിന്ന് അത് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ദേ ഓൾസോ ബിഹേവ് ലൈക്ക് എ പേരന്റ്. അതിന്റെ മേലെ കോൺജുഗൽ റിലേഷൻഷിപ്പ് ആസ് എ ലവർ ഓൾസോ. അപ്പൊ ഈ മാധുര്യ ഭാവത്തിന്റെ അകത്ത് ദാസ്യഭാവം ഉണ്ട്, സഖ്യഭാവം ഉണ്ട്, വാത്സല്യഭാവം ഉണ്ട്, പിന്നെ മാധുര്യ ഭാവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാധുര്യ ഭാവം വന്ന് ഈ എല്ലാ രസവും ഉണ്ട്. അപ്പൊ ഒരു സഖ്യഭാവത്തിലുള്ള ഒരു ഫ്രണ്ട് കെട്ടിയ കെട്ട് അല്ല ദാസ്യഭാവത്തിലുള്ള ഫ്രണ്ട്സിനെ വന്നിട്ട് വാത്സല്യഭാവത്തിൽ യശോദാമ്മ കെട്ടിയ കെട്ടിനെ വന്നിട്ട് അയക്കാനുള്ള ശക്തി അതിലില്ല. ബിക്കോസ് വാത്സല്യഭാവ ഇസ് ഹയ്യർ ദെൻ സഖ്യഭാവ. അപ്പൊ നന്ദഭാവ വന്നപ്പോഴാണ് അവർക്ക് അയച്ചിടാൻ പറ്റിയത് എന്ന് പറഞ്ഞ പ്രവൃത്തി. എങ്ങനെ ഒരു 100 രൂപ നോട്ടിന്റെ അകത്ത് 100 രൂപ നോട്ടിന്റെ അകത്ത് 1 രൂപയുണ്ട്, 10 രൂപയുണ്ട്, 50 രൂപയുണ്ട്, 100 രൂപയുണ്ട്. അപ്പൊ 100 രൂപയ്ക്ക് അതിൻ്റെ അകത്ത് എല്ലാം ഉള്ളത് പോലെ തന്നെ മാധുര്യ ഭാവ ഈസ് എ ടോപ്പ് മോസ്റ്റ് ഭാവ. ബാക്കി എല്ലാ ഭാവത്തിലും വന്നിട്ട് കൃഷ്ണന് നല്ലൊരു ഫ്രണ്ടായിരിക്കുക, കൃഷ്ണന് നല്ല ദാസനായിരിക്കുക, കൃഷ്ണന് നല്ല മാതൃപിതൃ റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യാം. അതിനെക്കാട്ടിലും മേലെയാണ് മാധുര്യ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് no one is higher or lower than anyone else in the transcendental relationship. പക്ഷേ ചെറിയ ഡിഫറൻസസ് ഇത് തമ്മിലുണ്ട്. Thus the transcendental relationship of conjugal love is considered to be in the highest platform. അതുകൊണ്ട് ഈ കോൺജുഗൽ റിലേഷൻഷിപ്പ് ആണ്, മാധുര്യ ഭാവം വന്നിട്ടാണ് ടോപ്പ് മോസ്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മുടെ ഗോസ്വാമിമാർ വന്നിട്ട് നമുക്ക് ഈ ഹയസ്റ്റ് നിധി കൃഷ്ണപ്രേമം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് ഇത്രയും ശാസ്ത്രങ്ങളെല്ലാം രചിച്ച് നമുക്ക് ഈ രൂപ ഗോസ്വാമി മറ്റു ആചാര്യന്മാരെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്. സോ വെൻ വി ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ആചാര്യാസ് നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും. ഈ 4th ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് ആദ്യത്തെ ശ്ലോകം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ശ്രീ ചൈതന്യ പ്രസാദേന തദ് രൂപസ്യ വീരനയം ബാലോപി കുരുത്തെ ശാസ്ത്രം ദൃഷ്ട്വാ വ്രജേ വിലാസിനഃ. By the mercy of Lord Chaitanya Mahaprabhu, even a foolish child can fully describe the real nature of Lord Krishna, the enjoyer of pastimes of Vraja, according to the vision of the revealed scriptures. അപ്പൊ മഹാപ്രഭുവിന്റെ മേഴ്സി കൊണ്ട് ഒന്നും അറിയാത്ത ബാലൻ, ഒന്നും അറിയാത്ത ഒരു ഫൂളിഷ് ചൈൽഡ്, അവർക്ക് പോലും ഭഗവാന്റെ യഥാർത്ഥ നേച്ചർ മനസ്സിലാക്കാൻ പറ്റും മഹാപ്രഭുവിന്റെ മേഴ്സി ഉണ്ടെങ്കിൽ. അക്കോർഡിംഗ് ടു ദി വിഷൻ ഓഫ് ദി റിവീൽഡ് സ്ക്രിപ്റ്റ്. ശാസ്ത്രങ്ങൾ സ്വയം മെന്റൽ കോൺകോക്ഷൻ അല്ല, സ്വയം തന്നെ വിചാരിക്കുന്നതല്ല. അക്കോർഡിംഗ് ടു ദി വിഷൻ ഓഫ് റിവീൽഡ്
സ്ക്രിപ്ചേഴ്സ്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാതിരി ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ മേഴ്സി ഉണ്ടെങ്കിൽ ഫൂളിഷ് ബാലന് പോലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ കഥാഞ്ജന സ്മൃതേര്യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം ശ്രീ ചൈതന്യം നമ. Even the most easy things will become very difficult if we forget Lord Chaitanya Mahaprabhu. Chaitanya Mahaprabhuവിനെ ഓർമ്മിക്കുവാണെങ്കിൽ even the most difficult things will become very very easy. കഥാഞ്ജന സ്മൃതിരസ്മിൻ ദുഷ്കരം സുകരം ഭവേ. ദുഷ്കരം വളരെ കഷ്ടമായിട്ടുള്ള കാര്യം വളരെ ഈസി ആയിട്ട് കഴിയും. വിസ്മൃതേ വിപരീതം സ്യത് ശ്രീ ചൈതന്യം നമ. വിസ്മൃതി മറന്നു പോയോ നമ്മള്, വളരെ എളുപ്പമായിട്ടുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടായി കാണാം. ഇപ്പൊ രാധാകൃഷ്ണ, കോൺജുഗൽ ലവ്, രസ, പ്രേമ, ഇതെല്ലാം വന്ന് തലയ്ക്ക് മേലെ എവിടെയോ പോകുന്നു. നമ്മളെല്ലാം ഏത് ലെവലിൽ എവിടെയാ, ABC പോലും എഴുതാറായിട്ടില്ല. ദൈവമേ ഇതെല്ലാം മനസ്സിലാവോ എന്ന് നമ്മൾ വിചാരിക്കാം. ഇവിടെ മഹാപ്രഭു പറയുന്നുണ്ട്, മഹാപ്രഭുവിന്റെ മേഴ്സി ഉണ്ടെങ്കിൽ വളരെ കഷ്ടമായിട്ടുള്ള കാര്യവും ഭയങ്കര ഈസി ആകും. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നു. ബൈ ദി മേഴ്സി ഓഫ് ചൈതന്യ ഈവൻ എ ഫൂളിഷ് ചൈൽഡ് ക്യാൻ ഫുള്ളി ഡിസ്ക്രൈബ് ദി റിയൽ നേച്ചർ ഓഫ് കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. സോ അത്ര നല്ലതായിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മനസ്സിലാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരും, നമ്മൾ ചെയ്യുന്നതെല്ലാം ഭക്തിയാണോ, അങ്ങനെയെല്ലാം ഒന്നും ചിന്തിക്കാതെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ കണ്ണടച്ച് പാലിക്കുക. ഓക്കെ, ഡു ദിസ് ഡു ദിസ് ഡു ദിസ് ഡു ദിസ് ഡു ദിസ് ഗ്രാജുവലി. ഇപ്പൊ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വന്നിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ ഇയാൾ തരുന്ന മരുന്ന് എനിക്ക് വർക്ക്ഔട്ട് ആകുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഡൗട്ട്ഫുൾ ആയിരുന്നാൽ നടക്കില്ല. യു ടേക്ക് ദി മെഡിസിൻ, യു ഫോളോ ദി പ്രിസ്ക്രിപ്ഷൻ. അപ്പോ അതെല്ലാം ഫോളോ ചെയ്തു വരുമ്പോ നമുക്ക് തന്നെ സിംറ്റംസ് മനസ്സിലാക്കാൻ പറ്റും. യെസ്, എന്റെ ഡിസീസ് മാറുന്നുണ്ട്, എന്റെ പനി എന്നെ വിട്ട് പോകുന്നു, എന്റെ ചുമ എന്നെ മാറുന്നു, നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സുഖമായി വരുന്നുണ്ട്. അതുപോലെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് വന്നിട്ട് ചിലതെല്ലാം നമുക്ക് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ആയി വരും. എസ്പെഷ്യലി മാധുര്യ ഭാവ അങ്ങനെയെല്ലാം പറയുമ്പോൾ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ ആചാര്യന്മാരുടെ വാണി അങ്ങനെ കണ്ണടച്ച് അതുപോലെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ സ്വരൂപം എന്താണ്, നമുക്കും അവിടെ ഭഗവാന്റെ ഉള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ സിംപ്ലി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ജസ്റ്റ് ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ആചാര്യാസ് ബൈ ഫോളോയിങ് ഓൾ ദ അവർ തന്നിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം സിൻസിയർ ആയിട്ട് വായിച്ച് പഠിക്കുക. ആചാര്യമാർ പറഞ്ഞിട്ടുള്ളത് പോലെ ആ ഗ്രന്ഥസ് എല്ലാം സിൻസിയറായി പഠിച്ച് പിന്നെ പ്രചാരം ചെയ്യും. ബിക്കോസ് പ്രീച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ആർ വി ഡൂയിങ് ദാറ്റ് എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീച്ചറിനാണ്. നമുക്ക് പ്രീച്ച് ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ മംഗളാരത്തിക്ക് എഴുന്നേക്കണം. ഞാൻ മംഗളാരത്തി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? 16 മാല ജപിക്കണം. ഞാൻ 16 മാല ജപിക്കുന്നുണ്ടോ? ടേക്ക് ഓൺലി കൃഷ്ണപ്രസാദം. ആം ഐ ഡൂയിങ് ഇറ്റ്? സോ എന്ത് പ്രചാരം ചെയ്താലും ഫസ്റ്റ് വന്നിട്ട് നമ്മൾ അത് പാലിക്കും. നമ്മൾ മറക്കില്ല. നമുക്ക് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് നമ്മൾ മറക്കില്ല. അപ്പൊ സിംപ്ലി നമ്മുടെ ആചാര്യാസ്, നമ്മുടെ അതോറിറ്റീസ്, നമ്മുടെ സീനിയേഴ്സ് കാണിച്ച വഴിയില് ജസ്റ്റ് ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് പ്രീവിയസ് ആചാര്യാസ്. അത് മാത്രം നമ്മൾ ചെയ്താല് നമ്മള് മഹാപ്രഭുവിന്റെ മേഴ്സി നമുക്ക് കിട്ടും. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ ഇന്നത്തെ സെഷൻ നിർത്താം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും ചെയ്യാം. ഹരേ കൃഷ്ണ. മാതാജി വളരെ നന്ദി. മാതാജി വളരെ മനോഹരമായ ക്ലാസ്. മാതാജി ഇന്ന് പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ഉദാഹരണങ്ങളാണ് മാതാജി. ഞാനൊന്ന് പറയാൻ വേണ്ടി, സർവഭൗമ പ്രഭു പറഞ്ഞ കാര്യം അത് സൂപ്പർ, അത് ഗംഭീരം ആൻസറാണ് മാതാജി. എന്തുകൊണ്ട് സഖികൾക്ക് യശോദാദേവി കെട്ട് അയക്കാൻ പറ്റിയില്ല? അതിന് ഇത്രയും നല്ലൊരു ആൻസർ ഉണ്ടെന്നുള്ളത് നല്ല ഒരു അറിവാണ്, നല്ലൊരു റിയലൈസേഷനാണ് മാതാജി. അതേപോലെ നമ്മുടെ ഉമ മാതാജി ഈ ഭക്തി രസത്തിനെ കുറിച്ചൊരു പണ്ടൊരു തുടക്കത്തിലൊരു ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ മാതാജിയുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട് മാതാജി. അതേപോലെ ഓരോ രസവും മറ്റുള്ള രസത്തിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്, ഏതൊക്കെ രസത്തിൽ എന്തൊക്കെ ഭാവങ്ങൾ ആൾറെഡി ഉണ്ട്, അങ്ങനെ എന്തുകൊണ്ട് മാധുര്യ രസം സൂപ്പർ മോസ്റ്റ് ആകുന്നു, അതിലെല്ലാ 100 രൂപ നോട്ടിന്റെ ആ ഉദാഹരണം സൂപ്പർ. നന്ദി മാച്ച്, വളരെ ആത്മാർത്ഥമായി. ഇന്നത്തെ ക്ലാസ് കയറാത്തവർക്ക് വലിയൊരു നഷ്ടമാണ്. എന്തായാലും ഒരു സന്തോഷ വാർത്ത, നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത തലമുറയ്ക്ക് തീർച്ചയായിട്ടും ചൈതന്യ ചരിതാമൃതം മലയാളത്തിൽ അവൈലബിൾ ആക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള വാർത്ത മാതാജി. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത മാതാജിയുടെ ക്ലാസ് എല്ലാ ആഴ്ചയും നമുക്ക് വേണം മാതാജി. നന്ദി മാതാജി.
താങ്ക് യു പ്രഭു. പ്രഭുവിന്റെ മെർസിയിലാണ് ഞാൻ ഇതെല്ലാം വായിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാജിയുടെ അടുത്ത് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. ഓക്കെ മാം. താങ്ക് യു സോ മച്ച്. എന്റെ പ്രണാമം എല്ലാവർക്കും. വാഞ്ചാകൽപതരോഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ജയ. പ്രണാമം പ്രണാമം എല്ലാ വൈഷ്ണവ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.